ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? അതെ, എൻ്റെ മോൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ മാങ്ങ പൊട്ടിക്കാനാണ് കേട്ടോ പോകുന്നത്. മാങ്ങ പൊട്ടിക്കൽ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഉദ്ദേശം വേറെയും കുറേ കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഉപ്പൊരു കമ്പിയൊക്കെ വളച്ചിട്ട് ഒരു റൗണ്ട് പോലെ ആക്കി അതിലേക്കൊരു സഞ്ചിയൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ ഒരു കവറ് സെറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് അത് തോട്ടിൻ്റെ മീതെ വെച്ച് പിടിപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ നിലത്ത് വീഴാതെ തന്നെ അതിലേക്ക് വീണാൽ, ഈ കവറിലേക്ക് വീണാൽ നമുക്കത് ബക്കറ്റിലാക്കിയിട്ട് നല്ലപോലെ എടുത്ത് വെക്കാം. മറ്റത് ഇത്രയും ഉയരമുള്ള മാവിൻ്റെ മേലെന്നാവുമ്പോൾ പിന്നെ അത് ഇടുമ്പോഴത്തേന് നിലത്തേക്ക് വീണിട്ട് ആകെ നമുക്ക് തൊടാൻ പറ്റാത്ത ലെവൽക്കായി കിട്ടും. അപ്പോൾ അത്യാവശ്യം ഉയരമുള്ള മാവ് തന്നെയാണ്. അപ്പോൾ ഇത് ഒട്ടുമാവാണ് കേട്ടോ. ഒട്ടുമാവിൻ്റെ മാങ്ങ പൊതുവേ പുഴു വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് മിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാങ്ങയൊക്കെ പെട്ടെന്ന് നാശമാവുകയാണെന്നും പഴുത്തിട്ട് കിട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു ചെറിയൊരു മെത്തേഡുണ്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് മുൻപ് ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാങ്ങയൊക്കെ പൊടിച്ചതുപോലെ ബക്കറ്റിലാക്കി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എന്താണെന്ന് പറയുക, നമ്മൾ ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് കുറേ അയക്കണം, ഇതുപോലെ കുറേ മാങ്ങയൊക്കെ കാണിട്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രം വെള്ളം, ചൂടുവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഏത് പാത്രമാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പച്ചവെള്ളം എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഉപ്പിട്ടതില്ലേ അതിലേക്ക് കേട്ടോ. എന്നിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ പച്ചവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം പാത്രത്തിൽ തന്നെ എടുത്താൽ മതി, എന്നാലേ അളവ് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 20 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഈ ഒരു ചൂട്, ഒരു ലൈറ്റ് ചൂട് ഉണ്ടാവുള്ളൂ ആ വെള്ളത്തിൽ, ആ ഉപ്പിൽ കിടന്നിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മീതെയുള്ള ഒരു അഴുക്കും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പോയി കിട്ടും. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നനച്ച് തുടച്ചെടുക്കണം കേട്ടോ. തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ടാണ് അടുത്ത പരിപാടി കേട്ടോ. നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വൈക്കോൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ലെയർ പോലെ മാങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് പാകത്തിന് ഒരു കേട് കൂടാതെ, മറ്റത് മരത്തിൽ മീതെ തന്നെ ആകുമ്പോൾ നമുക്കത് പുഴുവായിട്ടില്ലാതെ അത് കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പുഴുവൊന്നും വരില്ല, കേടൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അടുത്തത് ഒരു ലെയറും കൂടെ വൈക്കോലിട്ട് കൊടുത്ത് പിന്നെ വീണ്ടും മാങ്ങ വെക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാങ്ങയ്ക്ക് അനുസരിച്ചിട്ട് ലെയറാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സൂക്ഷിക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴു വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.